ഞാൻ പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചു. ഇതൊക്കെ 2015 20 പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ്. പ്രതിപക്ഷ നേതാവിന് ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിൻ്റെ കുഴിയിൽ വീണത്. ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. 2010 ഒരു അന്യമതസ്ഥനായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആള് 2014 ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ അലമാറകൾ പരിശോധിക്കുന്നു. അച്ഛൻ മൂത്ത മകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു. ആ വില്ല് കണ്ട് ശക്തമായിട്ട് ആ വില്ല് കണ്ടതോടുകൂടെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു. പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞുള്ള കള്ളപ്പരാതി കൂടി അതിനോട് കൊടുക്കുന്നു. ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു. അച്ഛൻ ജഡ്ജിൻ്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. ജഡ്ജിൻ്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. എൻ്റെ നോക്കുന്നത് എൻ്റെ മരുമകനും മോളുമാണ്. ഈ കള്ളപ്പരാതിയാണെന്നുള്ളത് ജഡ്ജിമെൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കണം. ജഡ്ജിമെൻറ്റിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട്. അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസിന് ഡയറക്ഷൻ വാങ്ങുന്നു. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു. കേസ് അന്വേഷണത്തിൽ ജഡ്ജിമെൻറ്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ജഡ്ജിമെൻറ്റിൽ വളരെ കൃത്യമായിട്ട് 2024 ജൂലൈ മാസം 24-ാം തീയതി വന്ന ജഡ്ജിമെൻറ്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. കൺസിഡറിംഗ് ദ എബവ് അനാലിസിസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദി prosecution has failed to establish the occurrence and allegations beyond reasonable doubt. The evidence presented does not sufficiently connect the accused to the alleged offences. The inconsistencies in these testimonies and the lack of corroborative evidence undermine the prosecution case. Therefore, the allegations against the accused are not proved beyond reasonable doubt. The accused are entitled to the benefit of the doubt and acquittal. An overall assessment of the evidence reveals that all points are answered against the prosecution. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ജഡ്ജിമെന്റ്? മീഡിയ വണ്ണിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരിക്കും ചാനലിൽ. അല്ല ഇത് അതെ അല്ല കഴിയട്ടെ. ഈ രണ്ടാമത്തെ അയച്ച ജഡ്ജിമെന്റിൽ ഇതിൽ പരാതിയായിട്ട് അവർ പറയുന്നത് നിങ്ങൾ മർദ്ദിച്ചു എന്നും ചെയർ ഉപയോഗിച്ച് അടിച്ചു എന്നുള്ളതാണ്. അതിനെപ്പുറത്തേക്ക് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അല്ല അതിൽ അങ്ങനെയുള്ള ഒരാള് കോടതിയിൽ കൊടുത്ത ഇതാണ്. കോടതിയിൽ ക്രോസ് ചെയ്യണ സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ക്രോസിംഗ് സമയത്ത് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം തന്നെ കോടതി വന്നിട്ടില്ല. അങ്ങനെ ഒരു കേസേ വന്നിട്ടില്ല. അങ്ങനെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇരയുടെ മൊഴി രേഖപ്പെടുത്തും. സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട കേസ് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ്. പിന്നീട് ഈ ഫിസിക്കൽ അബ്യൂസും സെക്ഷൽ അബ്യൂസും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഫിസിക്കലി വർദ്ധിച്ചു എന്നുള്ളതായിരിക്കും കേസ്. അല്ല പരാതി കൊടുത്തത് നിങ്ങൾ പരാതി വായിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പഠിക്കേ, കേസിനെ കുറിച്ച് പഠിക്കേ. രണ്ട് കേസുണ്ട്. രണ്ട് ജഡ്ജിമെന്റാ. ഒന്ന് 2000 അല്ല അവര് കൊടുത്ത പരാതിയെ സംബന്ധിച്ച് പോലീസിൽ കൊടുത്ത പരാതി പോലീസ് FIR ഇട്ടു 700. അതാണല്ലോ പോലീസ്. അതെയല്ലോ നിങ്ങൾ അതായത് ഒരു സിവിൽ കേസും അതുപോലെ തന്നെ ഒരു അതിക്രമത്തിന്റെ പരാതിയിൽ രണ്ടിലും താങ്കൾക്ക് അനുകൂലമായ വിധി ഉണ്ടായെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷെ ആ പരാതികളില് സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം അന്ന് ഉന്നയിച്ചിരുന്നോ എന്നുള്ളതാണ്. ഉന്നയിച്ചിരുന്നു.
ഉന്നയിച്ചിരുന്നു. എവിടെയും ഇല്ല. ജഡ്ജ്മെന്റില് ഞാൻ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചില്ലല്ലോ. ജഡ്ജ്മെന്റ് ഫുൾ ഇത് മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്ക്. ഇത് ഒരു മിനിറ്റ്. അല്ല, ജഡ്ജ്മെന്റില് ഞാനല്ലല്ലോ ജഡ്ജ്മെന്റ് എഴുതിയത്, ജഡ്ജല്ല എഴുതിയത്. അല്ല, ഇതില് ഈ 323 അതായത് പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസ് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കും. FIR ഇട്ട ശേഷം പോലീസ് പരാതിയെക്കുറിച്ച് അന്വേഷിക്കും. പറയുന്നത് ശരിയാണെങ്കിൽ അത്തരം സെക്ഷനുകളിൽ ഇടുള്ളൂ. നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണല്ലോ. അല്ല, ഒരു പരാതി കിട്ടിയതും പോലീസ് അതിലെല്ലാ സെക്ഷനും ഇടുവോ? പോലീസ് FIR ഇടും, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇടും. ആ FIR ചാർജ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. അതിൽ ചിലപ്പോൾ സെക്ഷൻ കൂടുതലായിട്ടുള്ള സെക്ഷൻ FIR ഇട്ടുണ്ടെങ്കിൽ അത്തരം സംഭവം നടന്നിട്ടില്ലെങ്കിൽ FIR ആ സെക്ഷനുകൾ ഒഴിവാക്കും. കൂടുതൽ അന്വേഷണം നടക്കും. സെക്ഷൻ കുറവാണെങ്കിൽ പോലീസ് കൂടുതൽ സെക്ഷനുകൾ ആഡ് ചെയ്യും. അതാണല്ലോ പതിവ്. ഈ കേസിലും ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഈ പരാതിയിലെല്ലാം ഉണ്ട്.